അമേരിക്കയുടെ ആയുധപ്പുര കാലിയാവുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പെൻറ്റഗൺ ആവശ്യപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരമാവധി ആയുധങ്ങളെല്ലാം ഇറാൻ്റെ മേലെ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയുടെ കൈവശത്തിൽ അങ്ങനെ വല്ലാതെ ഉപയോഗിക്കാൻ ആയുധങ്ങളില്ല. മിസൈലിൻ്റെ ഷോർട്ടേജുകൾ, ബോംബിൻ്റെ ഷോർട്ടേജുകൾ, യുദ്ധവിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സങ്കീർണമായിരിക്കുന്ന പ്രശ്നത്തിൻ്റെയും വിഷയത്തിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ അമേരിക്ക നിലനിൽക്കുന്നത്. അതിന് പെൻറ്റഗൺ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് ശക്തമായ രീതിയിൽ ഇനിയും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പരമാവധി ഇപ്പോൾ ഉപയോഗിച്ച അത്രയും കൂടി ആയുധങ്ങൾ ഉപയോഗിച്ചാലും ഇറാനെ തകർക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ഒരു യുദ്ധ ശത്രുവായി ചൈന മാറുകയാണെങ്കിൽ വളരെ നിഷ്പ്രയാസം ചൈനക്ക് അമേരിക്കയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. വളരെ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ പോലും പരോക്ഷമായ രീതിയിൽ വലിയ സഹായം ചൈനയുടേതും റഷ്യയുടേതും ഇറാന് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യതയോട് കൂടിയിട്ട് അമേരിക്കയുടെ സൈനിക ബേസും ആയുധപ്പുരകളും സൈനികരെയും ചേർന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത്. മാത്രമല്ല, ഇറാൻ ഭയങ്കരമായിരിക്കുന്ന ഒരു ധൈര്യവും കിട്ടിയിരിക്കുന്നു. എത്രത്തോളം ധൈര്യത്തോടു കൂടിയാണോ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് സ്ഫോടനം നടത്തിയത്, സമാനമായിരിക്കുന്ന ഒരു ധൈര്യമാണ് ഇറാൻ്റെ കൈവശത്തിലുള്ളത്. ഒരു ഒറ്റ രാജ്യം എന്ന നിലക്ക് അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനൊന്നും ഇറാന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവരുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് സൈനിക ശക്തികളായിരിക്കുന്ന ചൈനയും റഷ്യയും വലിയ രീതിയിൽ ഇറാനെ സഹായിക്കുന്നുണ്ട്.